ഹലോ. അപ്പോൾ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ടൈമിൽ. കാരണം നാട്ടിൽ നിൽക്കുന്ന ടൈമിൽ നമുക്ക് നാട്ടിലെ ഫുഡിനോ അല്ലെങ്കിൽ വീട്ടിലെ നമ്മുടെ വീട്ടുകാരുണ്ടാക്കി തരുന്ന ഫുഡോ എല്ലാം കുറ്റം കുറവാക്കാറ്. പക്ഷെ എന്തെങ്കിലും നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ടൈമിലുള്ള നമുക്ക് മനസ്സിലാവും ആ ഫുഡ് എത്രത്തോളം വിലപ്പെട്ടതാണെന്നുള്ളത്. അതിന് ഉത്തമ ഉദാഹരണമാണ് എൻ്റെ ലൈഫ്. കാരണം എൻ്റെ നാട് പാലക്കാട്, ഹസ്ബൻഡിൻ്റെ വീട് തിരുവനന്തപുരം. അപ്പോൾ അവിടുത്തെ ഫുഡാണെങ്കിൽ ഡിഫറെൻ്റാണ്. ഉണ്ടാക്കുന്ന രീതിയാണെങ്കിലും ടേസ്റ്റാണെങ്കിലും ടോട്ടലി ഡിഫറെൻ്റ് ഉണ്ട്. നാട്ടിലാണെങ്കിൽ എനിക്ക് സിമ്പിളായിട്ടുള്ള ഫുഡും കാര്യങ്ങളാണ് ഇഷ്ടം. അപ്പോൾ പൊരുത്തക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ല ഫുഡിനോട്. പക്ഷേ പ്രഗ്നൻറ്റ് കൂടി ആയപ്പോൾ എനിക്ക് തീരെ ഒത്തുപോകാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ അജിനോട് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് ചീര പച്ചക്കറി കാര്യങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കി. എന്താ പറയുക, എനിക്ക് ഇപ്രാവശ്യം നോമ്പിൻ്റെ ഒരു ഫീല് കിട്ടിയിട്ടില്ല. കാരണം നാട്ടിലുള്ളപ്പോഴുള്ള നോമ്പിൻ്റെ ഫീൽ അറിയാൻ പറ്റുക. ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഇവിടെ ഈ ഏരിയയിൽ മുസ്ലിംസ് ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നോമ്പും കാര്യങ്ങളും അതിൻ്റെ ഒരു ഫീൽ അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഫുഡ് കഴിച്ചപ്പോൾ ശരിക്കും ഞാൻ പലിച്ചക്ക് നെയ്ച്ചൊരു ഫീല് കിട്ടി. ശരിക്കും എനിക്ക് നോമ്പെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ നോമ്പിന് പലിച്ചക്ക് നെയ്ച്ചുന്നത്, നോമ്പ് തുറക്കുന്ന സമയത്ത് അവർ കൂടെ നോമ്പ് തുറക്കാതിരിക്കുന്നത് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ പ്രാവശ്യം പ്രഗ്നൻ്റ് ആയിരുന്നു. അതായത് ഡെലിവറി ടൈം, ഫസ്റ്റ് നോമ്പിന് എൻ്റെ ഡെലിവറി പേരിനടുത്ത് ഹോസ്പിറ്റലിൽ പോയ സമയമായിരുന്നു.